ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു അക്ഷരമുറ്റം ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 അക്ഷരമുറ്റം ക്വിസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിലെ വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അക്ഷരമുറ്റം സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ ആ വീഡിയോ കൂടി കാണുക. അതിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ഇന്ന് തന്നെ ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുക. നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: നിലവിൽ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം 82 ആണ്. ഇനി നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കാം. ഗീതി, വേദലക്ഷ്മി ഋതുലക്ഷ്മി, നുബുല, നിയ, യാദവ്, ശ്രീനന്ദ, ആദർശ് MB, നിവേദ്യ S, സാലിഹ ഷെഫീഖ്, ആത്മിക PK, മിലാൻ രാജേഷ് എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുകൂടാതെ ഇന്നലെ കഴിഞ്ഞ സ്വദേശ് മെഗാ ക്വിസിൽ കുറേ കുട്ടികൾക്ക് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നല്ല മാർക്കും നേടാൻ സാധിച്ചിട്ടുണ്ട്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി സബ് ജില്ലാ തലമാണുള്ളത്. അതിൻ്റെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. ഇനി നമുക്ക് നേരെ ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹാനികരമല്ലാത്തതും സുസ്ഥിരവുമായ ഇന്ധന ഉപയോഗം സപ്പോർട്ട് ചെയ്യുന്ന വ്യാക്യ എനർജി ഹേ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ഹാനികരമല്ലാത്തതും സുസ്ഥിരവുമായ ഇന്ധന ഉപയോഗം സപ്പോർട്ട് ചെയ്യുന്ന വാക്യ എനർജി ഹേ എന്ന് പറയുന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനമാണ് ഗെയിൽ സ്ഥാപനം. രണ്ടാമത്തെ ചോദ്യം: ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ചാങ് E6 ഏതു രാജ്യത്തിൻ്റെ പേടകമാണ്? പേര് കേട്ടപ്പോൾ തന്നെ കുറേ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ചാങ് E6 എന്ന് പറയുന്ന പേടകം ചൈനയുടെ പേടകമാണ്. മൂന്നാമത്തെ ചോദ്യം: റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സാമ്പിളുകൾ ശേഖരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചാന്ദ്ര നിർമ്മാണം ആവിഷ്കരിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സാമ്പിൾ ശേഖരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചാന്ദ്ര നിർമ്മാണം ആവിഷ്കരിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ചൈന. മെയ് 3 വിക്ഷേപിച്ച ചാങ് E6 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങിയത്. ഈ കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. നാലാമത്തെ ചോദ്യം ഇതാണ്: ലോക സമുദ്ര ദിനം എന്നാണ് വേൾഡ് ഓഷ്യൻ ഡേ? ജൂൺ 8-ാം തീയതിയാണ് ലോക സമുദ്ര ദിനം. വേൾഡ് ഓഷ്യൻ ഡേ ജൂൺ 8-ാം തീയതിയാണ്. എന്തുകൊണ്ടാണ് ജൂൺ തൊട്ടുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അക്ഷരമുറ്റം ക്വിസിൻ്റെ സ്കൂൾ തല ക്വിസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലെ കറണ്ട് അഫയേഴ്സും കൂടാതെ പൊതുവിജ്ഞാനം അഥവാ ജനറൽ നോളജുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജൂൺ തൊട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഈ വർഷത്തെ അതായത് 2024 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പുതിയ ആഴങ്ങളെ ഉണർത്തുക. ഇതാണ് ഈ വർഷത്തെ ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം. ലോക സമുദ്ര ദിനം എന്നാണെന്ന് മറക്കരുത്. ജൂൺ 8-ാം തീയതിയാണ്. ഈ വർഷത്തെ പ്രമേയം പുതിയ ആഴങ്ങളെ ഉണർത്തുക. ആറാമത്തെ ചോദ്യം ഇതാണ്: UPI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യത്തെ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? UPI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യത്തെ തെക്കേ അമേരിക്കൻ രാജ്യമാണ് പെറു. UPIയുടെ ഫുൾ ഫോം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. യുണൈറ്റഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നാണ് UPIയുടെ ഫുൾ ഫോം. ഏഴാമത്തെ ചോദ്യം: ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് 2 സ്ഥലങ്ങളിലാണ്. ഒന്നാമത്തേത് കൊച്ചി, രണ്ടാമത്തേത് തിരുവനന്തപുരം. ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധനം ഒന്നിലേറെ മേഖലകളിൽ ഉപയോഗിക്കുന്ന പ്രദേശത്തെയാണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. H5N2 പക്ഷിപ്പനി കാരണമായുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്?
മെക്സിക്കോയാണ് H5N2 പക്ഷിപ്പനി കാരണമുള്ള ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം. മറക്കരുത്, മെക്സിക്കോ. വീഡിയോയിലെ 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി വനമേഖലകളിൽ കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവാണ് മധ്യപ്രദേശിലെ പെഞ്ച് ടൈഗർ റിസർവ്. മറക്കരുത്, മധ്യപ്രദേശിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ്. ഈ വീഡിയോയിലെ 10ാമത്തെ ചോദ്യം ഇതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. 2024 ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഏതാണ്? 2024 ജൂണിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പലാണ് INS മൈസൂർ. പേര് മറക്കരുത്, INS മൈസൂർ എന്നാണ് ആ കപ്പലിൻ്റെ പേര്. 11ാമത്തെ ചോദ്യം, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകളെയെല്ലാം കൂടി പൊതുവായി നൽകിയ പേരെന്താണ്? ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകളെല്ലാം കൂടി പൊതുവായി നൽകിയ പേരാണ് ഓപ്പറേഷൻ ലൈഫ്. ഓപ്പറേഷൻ ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ഇവയൊക്കെയാണ്: ഓപ്പറേഷൻ ജാഗറി, ഓപ്പറേഷൻ മത്സ്യ, ഓപ്പറേഷൻ ഷവർമ, ഓപ്പറേഷൻ ഹോളിഡ്. മറക്കരുത്, ഓപ്പറേഷൻ ലൈഫിൽ ഉൾപ്പെടുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതികളെപ്പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. 12ാമത്തെ ചോദ്യം, കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസം നിശ്ചിത തുക വീതം എടുത്ത് നടപ്പിലാക്കുന്ന ആൻവിറ്റി പദ്ധതി ഏതാണ്? ജീവാനന്ദം എന്നാണ് ആ ആൻവിറ്റി പദ്ധതിയുടെ പേര്. ജീവനക്കാർ വിരമിച്ചു കഴിയുമ്പോൾ നിശ്ചിത തുക തിരികെ നൽകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ ഭക്ഷ്യസുരക്ഷയെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7-ാം തീയതിയാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ജൂൺ 7-ാം തീയതി ലോക ഭക്ഷ്യസുരക്ഷാ ദിനം, ജൂൺ 8-ാം തീയതി ലോക സമുദ്ര ദിനം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. വീഡിയോയിലെ 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2024 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഭക്ഷണ സുരക്ഷ, അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കാം. ഇതാണ് 2024 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം. 14ാമത്തെ ചോദ്യം, ഉൾക്കകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉൾക്കകൾ എന്ന കവിതാ സമാഹാരം എഴുതിയതാര്? ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതാ സമാഹാരമാണ് ഉൾക്കകൾ. മറക്കരുത്, ഉൾക്കകളുടെ രചയിതാവ് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആയ നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയ നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് നിങ്ങളെ വിജയിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്താണ് നമ്മൾ വിന്നറായി പ്രഖ്യാപിക്കുന്നത്. ഇനി നേരെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഹാനികരമല്ലാത്തതും സുസ്ഥിരവുമായ ഇന്ധന ഉപയോഗം സപ്പോർട്ട് ചെയ്യുന്ന വാ ക്യാ എനർജി ഹേ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരവും നിങ്ങളുടെ പേരും രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഉത്തരവും വിന്നറായി നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.